ഹായ് ഫ്രണ്ട്സ്, എയ്ഡറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4th സ്റ്റാൻഡേർഡിലെ മാത്സിലെ ഫസ്റ്റ് ടൈം എക്സാമിനേഷന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക്. നമുക്ക് ആദ്യം ഇൻസ്ട്രക്ഷൻസ് നോക്കാം. First 50 minutes is given as school of time. Read all questions during this time. ആകെ സമയത്തിന്റെ ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ്. ഈ സമയം നമ്മൾ ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനും അതുപോലെ ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയും ഉപയോഗിക്കുക. ആൻസർ 5 questions. 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഫോർ ആക്ടിവിറ്റി വിത്ത് ഇന്റേണൽ ചോയ്സ്. ഓരോ പ്രവർത്തനത്തിനും ഉപചോദ്യങ്ങളുണ്ട്. ആൻസർ ഓൾ ദ സബ് ക്വസ്റ്റ്യൻസ് ഓഫ് ദ സെലക്ടഡ് ആക്ടിവിറ്റീസ്. തെരഞ്ഞെടുത്ത പ്രവർത്തനങ്ങളുടെ എല്ലാ ഉപചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. നമുക്ക് മെയിൻ ആയിട്ട് 5 ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതണം. ഓരോ ക്വസ്റ്റ്യൻസിനും സബ് ക്വസ്റ്റ്യൻസും ഉണ്ട്. അതായത് ഓരോ ചോദ്യങ്ങൾക്കും എ, ബി എന്നിങ്ങനെ ഉപചോദ്യങ്ങളുണ്ട്. അപ്പൊ അതും നമ്മൾ എഴുതൽ നിർബന്ധമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആദ്യം മക്കൾ നല്ല പോലെ വായിച്ച് മനസ്സിലാക്കുക. ആക്ടിവിറ്റി 1, ലെറ്റ്സ് ഡ്രോ ആൻഡ് ഫൈൻഡ്. പ്രവർത്തനം 1, വരക്കാം, കണ്ടെത്താം. മീര ആൻഡ് ഹർ ഫ്രണ്ട് കെയിം ടു വാച്ച് ദ കോമ്പറ്റീഷൻസ്. സ്കൂളിൽ നടക്കുന്ന ഒരു പ്രദർശനം കാണാൻ എത്തിയതാണ് മീരയും കൂട്ടുകാരും. മെനി കോമ്പറ്റീഷൻസ് ആർ അവൈലബിൾ ഫോർ ചിൽഡ്രൻ. കുട്ടികൾക്കായി പലതരത്തിലുള്ള മത്സരങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഐറ്റം ഈസ് ഡ്രോയിങ് പിക്ചേഴ്സ് ആൻഡ് ദേ റീച്ച്ഡ് ദർ. ഫസ്റ്റ് ഐറ്റം, ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ചിത്രം വരയ്ക്കലായിരുന്നു. അവര് അവിടെ എത്തി. സി വാട്ട് വാസ് റിട്ടൺ ദർ. എന്തെല്ലാമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് നോക്കൂ. കം ഓൺ, ലെറ്റ്സ് ഡ്രോ എ പിക്ചർ. വരൂ, ചിത്രം വരയ്ക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ എ പിക്ചർ യൂസിങ് സർക്കിൾ ആൻഡ് റെക്ടാങ്കിൾ. നമ്മളോടൊരു ചിത്രം വരയ്ക്കാനാണ് പറയുന്നത്. ഡ്രോ എ പിക്ചർ എന്ന് പറഞ്ഞാൽ ചിത്രം വരയ്ക്കുക. യൂസിങ് സർക്കിൾ ആൻഡ് റെക്ടാങ്കിൾ, വട്ടവും ചതുരവും ഉപയോഗിച്ച് ചിത്രം വരയ്ക്കാനാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് യൂണിറ്റില് സർക്കിള്, റെക്ടാങ്കിള്, സ്ക്വയർ, ട്രയാങ്കിൾ ഇങ്ങനെ ധാരാളം ഷേപ്സ് പഠിച്ചിട്ടുണ്ട്. വട്ടം, ചതുരം, ത്രികോണം, സമചതുരം ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് സർക്കിൾ ആൻഡ് റെക്ടാങ്കിൾ, വട്ടവും അതുപോലെ ചതുരവും ഉപയോഗിച്ചിട്ട് ഒരു ചിത്രം വരയ്ക്കാനാണ്. അത് മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരു ചിത്രം അവിടെ വരയ്ക്കാം. അപ്പൊ മക്കളെ, മിസ് വരച്ച ചിത്രം ഇതാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് സർക്കിളും റെക്ടാങ്കിളും ഉപയോഗിച്ച് നല്ല അടിപൊളി ചിത്രം വരയ്ക്കുക കേട്ടോ. ആക്ടിവിറ്റി 1ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി, ഹൗ മെനി റെക്ടാങ്കിൾസ് ആർ ദർ ഇൻ പിക്ചർ യു ഹാവ് ഡ്രോൺ. നിങ്ങൾ വരച്ച ചിത്രത്തിൽ എത്ര ചതുരങ്ങളുണ്ട്? അപ്പൊ മക്കളെ, നിങ്ങൾ ഓരോരുത്തരും വരച്ച ചിത്രത്തിൽ എത്ര ചതുരങ്ങളുണ്ട് എന്നൊന്ന് എണ്ണി നോക്കിയേ. ആൻസർ അവിടെ ബോക്സിൽ എഴുതാം. സി, put a X mark against the statement which is not a characteristics of a rectangle. ചുവടെ തന്നിരിക്കുന്നതിൽ ചതുരത്തിന്റെ പ്രത്യേകത അല്ലാത്തതിനെ എക്സ് അടയാളമിടുക. ഓപ്ഷൻ എ, ഹാവ് എ 4 sides. ഓപ്ഷൻ ബി, ഹാവ് 4 corners. ഓപ്ഷൻ സി, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ. ഓപ്ഷൻ 4, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഏതാ മക്കളെ വരിക? ഏതാണ് ചുവടെ തന്നിരിക്കുന്നതിൽ ചതുരത്തിന്റെ പ്രത്യേകത അല്ലാത്തതിനാണ് നമ്മൾ എക്സ് മാർക്ക് അടയാളപ്പെടുത്തേണ്ടത്. ഹാവ് 4 sides എന്ന് പറഞ്ഞാൽ എന്താ? 4 വശങ്ങളുണ്ട്. ചതുരത്തിന് 4 വശങ്ങളില്ലേ? അപ്പൊ അത് ചതുരത്തിന്റെ അല്ലെങ്കിൽ റെക്ടാങ്കിളിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ അതിന് നമ്മൾ ടിക്ക് ഇടണോ? വേണ്ട. ദെൻ ഹാവ് 4 corners, 4 കോണുകൾ, 4 മൂലകളില്ലേ അതിന്? അപ്പൊ അതും ഒരു ചതുരത്തിന്റെ പ്രത്യേകതയാണ്. ദെൻ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ. എതിർവശങ്ങൾ തുല്യമല്ല. തുല്യമാണോ? ഒരു ചതുരത്തിന്റെ അല്ലെങ്കിൽ റെക്ടാങ്കിളിന്റെ എതിർവശങ്ങൾ തുല്യമല്ലേ? എതിർവശങ്ങൾ തുല്യമാണ്. അപ്പൊ നമ്മുടെ ഇവിടെ മൂന്നാമത് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ എന്നാണ്, തുല്യമല്ല എന്നാ തന്നിട്ടുള്ളത്. അപ്പം ഒരു ചതുരത്തിന്റെ പ്രത്യേകത അല്ലാത്തത് ഏതാണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ. അപ്പൊ അവിടെ നമ്മൾ എക്സ് മാർക്ക് ഇടണം. ഫോർത്തിലോ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് എന്നുള്ളത്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ.
Question D. Here is a picture drawn by Veena. How many rectangles are there in it? താഴെ തന്നിരിക്കുന്നത് വീണ വരച്ച ചിത്രമാണ്. ഇതിൽ എത്ര ചതുരങ്ങളുണ്ട്? അപ്പൊ നമുക്ക് ആ ചിത്രം ഒന്ന് നോക്കാം. എത്ര ചതുരങ്ങൾ ഉണ്ട് എന്നൊന്ന് എണ്ണി നോക്കിയേ മക്കളെ. അപ്പോൾ മക്കളെ, വീണ വരച്ചിട്ടുള്ള ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എത്ര ചതുരങ്ങളുണ്ട്, എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് എണ്ണി നോക്കാം അല്ലേ. അപ്പോൾ ആദ്യത്തെ റെക്റ്റാങ്കിൾ ആണ് കേട്ടോ. 1 2 then 3 അല്ലേ, 3 എണ്ണം ആയില്ലേ. ഇനിയോ നാലാമതൊരെണ്ണം ഏറ്റവും ലെങ്ത്തിൽ, ഇതേ കണ്ടോ, 4. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, 5. ടോട്ടൽ 5 റെക്റ്റാങ്കിൾസ് ആണ് ഈ ചിത്രത്തിനകത്ത് ഉള്ളത്. ക്ലിയർ അല്ലേ? ആൻസർ ഈസ് നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് 5. ആക്ടിവിറ്റി 2. കം വിൻ എ പ്രൈസ്. വരൂ സമ്മാനം നേടൂ. Some instructions are placed on the other part of the exhibition counter. പ്രദർശന നഗരിയുടെ അടുത്ത ഭാഗത്ത് ചില നിർദ്ദേശങ്ങൾ എഴുതിയ കടലാസ് വെച്ചിട്ടുണ്ട്. If you write the number as per the instructions, you will get a prize. അതിനനുസരിച്ച് സംഖ്യാ സ്ട്രിപ്പിൽ സംഖ്യ ഉണ്ടാക്കി എഴുതിയാൽ സമ്മാനം കിട്ടും. See the instructions received by Meera. Find the number and write it on the number strip. മീരയ്ക്ക് കിട്ടിയ കുറിപ്പുകൾ നോക്കൂ, അതനുസരിച്ച് സംഖ്യാ സ്ട്രിപ്പിൽ എഴുതിയ സംഖ്യകൾ കണ്ടെത്തൂ. 3 hundreds, 8 tens, 5 thousands and 4 ones. 3 നൂറ്, 8 10, 5 ആയിരം, 4 1. സംഖ്യാ സ്ട്രിപ്പിലെ ഈ നമ്പേഴ്സ് വെച്ചിട്ട് നമുക്കുണ്ടാക്കാൻ പറ്റുന്ന നമ്പർ ഏതാണ് മക്കളെ? അപ്പൊ മക്കളെ, എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടെത്തുക? ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 5000 ആണ് അല്ലേ. അപ്പൊ 5000, then 5000ന് എത്ര പൂജ്യമുണ്ട്? 3 പൂജ്യമുണ്ട് അല്ലേ. അത് കഴിഞ്ഞാൽ വരുന്നത് ഹൺഡ്രഡ്സ് ആണ്, 300. then അത് കഴിഞ്ഞാൽ ടെൻസ് ആണ് വരിക അല്ലേ, 8 tens, then 4. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5384. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് 4000s, 3 tens join to form. 4000ഉം 3 പത്തുകളും ജോയിൻ ചെയ്താൽ കിട്ടുന്ന സംഖ്യ. അപ്പം 4000ത്തിന്റെ കൂടെ 3 10 30ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 4030. നെക്സ്റ്റ്, ദ നമ്പർ വിത്ത് 2500, 8 tens and 4 ones. 25 നൂറ്, 8 10, 4 1 ചേർന്ന സംഖ്യ. 25 നൂറുകൾ എന്ന് പറയുമ്പോൾ മക്കളെ, നൂറിൽ എത്ര പൂജ്യമുണ്ട്? 2 പൂജ്യം അല്ലേ. അത് നമ്മൾ ഇതിന്റെ നേരെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 2500. പിന്നെ 8 tens ആണ് അല്ലേ, 8 പത്തുകൾ എത്രയാണ്? 80. then ones, 4 1ഉം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2584. നെക്സ്റ്റ്, 1 less the small 4-digit number. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയേക്കാൾ 1 കുറഞ്ഞ സംഖ്യ. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാണ് മക്കളെ? 1000 അല്ലേ, 1000. അതിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ, 1 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സംഖ്യ എത്രയാണ്? 999. ക്ലിയർ അല്ലേ? അപ്പൊ അത് നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും? 999. Which is the correct statement about 2160? 2160നെ കുറിച്ച് ശരിയായത് ഏത്? ഓപ്ഷൻ എ 2000s and 6 tens. 2000ഉം 6 10ഉം. ഓപ്ഷൻ ബി 2000s and 60 tens. 2000ഉം 60 10ഉം. ഓപ്ഷൻ സി
2000s and 16 tens. 2000-ഉം 16 2000s and 1600s. 2000-ഉം 16 100-ഉം. ഏതാണ് മക്കളെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി 2000s and 16 tens. Activity 2B. Let's make numbers. See the numbers card Sandra got. സാന്ദ്രയ്ക്ക് കിട്ടിയ നമ്പർ കാർഡ് നോക്കൂ. Which of the number strips given here will make the number on the card with Sandra? ചുവടെയുള്ള ഏതൊക്കെ സംഖ്യാ ട്രിപ്പുകൾ ചേർത്താൽ സാന്ദ്രയുടെ കയ്യിലുള്ള കാർഡിലെ സംഖ്യയാവും? അപ്പൊ മക്കളെ സാന്ദ്രയുടെ കയ്യിലെ കാർഡിലേക്ക് നോക്കൂ. ഏതാണ് നമ്പർ? 6475. ഈ നമ്പർ കിട്ടാൻ നമ്മൾ ഏതെല്ലാം കാർഡുകൾ എടുക്കണം? 6000 എടുക്കണം, 400 എടുക്കണം, then 70 എടുക്കണം, 5 എടുക്കണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 6475. B. Write the largest 4-digit number that can be formed using the given number strips. തന്നിരിക്കുന്ന സംഖ്യാ സ്ട്രിപ്പുകൾ ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാണ്? എങ്ങനെയാ മക്കളെ നമ്മൾ ആൻസർ കണ്ടെത്തുക? നമുക്ക് തന്നിരിക്കുന്ന ഈ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ചോദിച്ചിരിക്കുന്നത്. ഇതിലെ ഏറ്റവും വലിയ 4 ഡിജിറ്റ് ആദ്യം നമ്മൾ എടുക്കാം. ഏതാണ് ഏറ്റവും വലിയ 4 ഡിജിറ്റ് നമ്പർ? 9000 ല്ലേ? 9000. ദെൻ ഏറ്റവും വലിയ 3 ഡിജിറ്റ് നമ്പർ ആണ് പിന്നീട് നമ്മൾ എടുക്കേണ്ടത്. ഏതാണ് ഏറ്റവും വലിയ 3 ഡിജിറ്റ് നമ്പർ? 800 അല്ലേ? അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ 2 ഡിജിറ്റ് നമ്പർ ഏതാണ്? 2 ഡിജിറ്റ് നമ്പർ 90 അല്ലേ? അടുത്തത് ഏതാണ്? ഏറ്റവും വലിയ 1 ഡിജിറ്റ് നമ്പർ. തന്നിരിക്കുന്ന കാർഡുകളിൽ ഏറ്റവും വലിയ 1 ഡിജിറ്റ് നമ്പർ ഏതാണ് മക്കളെ? 6. ഈ കാർഡുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 9896. 9896. C. Take a bead from the 1000 place on the abacus and place it on the tens place. Which is the number got now? അബാക്കസിലെ 1000ന്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്തെടുത്ത് 10ന്റെ സ്ഥാനത്തിടുക. ഇപ്പോൾ കിട്ടിയ സംഖ്യ ഏതാണ്? അപ്പൊ മക്കളെ ഇപ്പൊ അബാക്കസിലെ സംഖ്യ എത്രയാണ്? 4 ബീഡ്സ് ആണ് അല്ലെ 1000ന്റെ പ്ലേസിലുള്ളത്. അപ്പൊ എത്രയായിരിക്കും? 4000. ദെൻ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിലെ 1000ന്റെ പ്ലേസിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ട് ടെൻസിന്റെ പ്ലേസിൽ ഇടാനാണ് പറയുന്നത് അല്ലേ? അപ്പൊ നമ്മൾ അങ്ങനെ 1000ന്റെ പ്ലേസിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ടെൻസിന്റെ പ്ലേസിൽ ഇടുമ്പോൾ നമുക്ക് എത്രയാ ആൻസർ ലഭിക്കുക? എത്രയാണ് ഇപ്പോഴത്തെ സംഖ്യ? 1000ന്റെ പ്ലേസിൽ 3 ബീഡ്സ് ആണുള്ളത്. അപ്പൊ നമ്മൾ എത്ര കൊടുക്കണം? 3 എന്ന് കൊടുക്കണം. ദെൻ 100ന്റെ പ്ലേസിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ നമ്മൾ അവിടെ 0 കൊടുക്കുക. ദെൻ ടെൻസിന്റെ പ്ലേസിൽ ഒരു ബീഡ് ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? അവിടെ 1 എന്ന് കൊടുക്കുക. ദെൻ വൺസിന്റെ പ്ലേസിലോ ഒറ്റ ബീഡും ഇല്ല അല്ലെ? അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യാ? 0 കൊടുക്കുക. അപ്പൊ ആൻസർ എത്രയാണ്? 3010. D. Find the difference between the first number and the number you got now. അബാക്കസിലെ ആദ്യ സംഖ്യയും ഇപ്പോഴത്തെ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ആദ്യ സംഖ്യ എത്രയാണ് മക്കളെ? 4000 അല്ലേ? ദെൻ നമുക്ക് ബീഡ്സ് മാറ്റിയപ്പോൾ കിട്ടിയ സംഖ്യ എത്രയാണ്? 3010. അപ്പൊ അവ തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാ കണ്ടെത്തുക? 4000ൽ നിന്നും 3010 മൈനസ് ചെയ്യണം അല്ലേ? എത്രയാ ആൻസർ കിട്ടിയത്? 990. 990. D. Which of the following is 5083? Put tick mark to the correct one. 5083 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംഖ്യയാണ്? ശരിയായതിനെ ടിക്ക് അടയാളപ്പെടുത്തുക. ഉത്തരം ഓപ്ഷൻ സി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിന്റെ ബാക്കി ഭാഗം നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ തീർച്ചയായും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.